പറയൂ മാം, എന്താ നിങ്ങളുടെ പ്രശ്നം? ഏതോ ഒരു സാമദ്രോഹി എൻ്റെ മോളുടെ വീഡിയോ ചിത്രീകരിച്ച് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ മോശപ്പെട്ടവരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അതൊന്ന് മാറ്റിയെടുക്കണം. മാം, ഞങ്ങളുടെ കമ്പനിയുടെ പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീഡിയ സൊല്യൂഷൻസ് എന്നാണ്. അത് ഈ സമൂഹത്തിൽ കറുത്ത ഇമേജ് ഉള്ളവരെ വെളുപ്പിക്കുകയും വെളുത്ത ഇമേജ് ഉള്ളവരെ കറുപ്പിക്കുകയും ചെയ്യും. നമുക്ക് ആദ്യം പറഞ്ഞാൽ മതി, കറുത്ത ഇമേജിനുള്ളവരെ വെളുപ്പിക്കുന്നവർ. പോരാളി കൃഷ് എന്ന് പറഞ്ഞ ഒരുത്തനാണ് ഞങ്ങൾക്കെതിരെ ഈ ബാഡൊക്കെ ഉണ്ടാക്കിയത്. അത് ഭയങ്കര നെഗറ്റീവായി പോയി ഞങ്ങൾക്ക്. നമുക്കേ പെട്ടെന്ന് നല്ലവരാകാനായിട്ട് എന്താ ഒരു മാർഗം? അല്ല, ഞങ്ങൾ ഓൾറെഡി നല്ലവരാണ്. അതെനിക്കറിയാം മാം. അതിന് കുറെ വഴികളുണ്ട്. ഇന്റർവ്യൂസ്, സാമൂഹ്യ സേവനം, പിന്നെ സോഷ്യൽ മീഡിയ, അങ്ങനെ കുറെ ഉണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ഓൾറെഡി നല്ലവരായതുകൊണ്ട് പെട്ടെന്ന് ചാരിറ്റി ആയിരിക്കും ബെസ്റ്റ്. കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് അതിനാണ്. പക്ഷെ കുറച്ച് പൈസ ചെലവുണ്ട്. അയ്യോ, എത്ര പൈസ വേണേലും മുടക്കാം. ഈ ചീത്തപ്പേരൊന്ന് മാറി കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ദേവകി മാം ഇവിടുത്തെ മെമ്പർ അല്ലേ? ഈ വികസനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറയുമോ? അതിപ്പോ ഈ നമ്മളിപ്പോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോ അധികാരത്തിലേക്ക് കയറിയിട്ടൊരു 40-45 ദിവസം 50 ദിവസമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ. പിന്നെ വികസിപ്പിക്കാനുള്ള സമയവും ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടൊരു വികസനം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് എന്താന്ന് വെച്ചാൽ ഈ മഴക്കുഴിയുടെ ഒരു സംരംഭമായിരുന്നു. പക്ഷെ ഇപ്പൊ മഴയില്ലാത്തൊരു സാഹചര്യത്തിൽ വെറുതെ കുഴി കുഴിച്ചിട്ട് അത് പിന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുഴിക്കാതെ ഇട്ടിരിക്കുന്നു. അപ്പൊ ഇനിയും വികസിപ്പിക്കാനായിട്ട് ഇഷ്ടംപോലെ സമയവും സാവകാശവും ഒക്കെ ഉണ്ടല്ലോ. 5 വർഷം ഇങ്ങനെ നീണ്ടു അവർക്ക് കിടക്കുമല്ലേ. റാണിക്ക് എന്തെങ്കിലും? ഞാൻ പിന്നെ കുറെ ഒരു 7-8 ഷോപ്പുകളൊക്കെ ഉദ്ഘാടിച്ചിട്ടുണ്ട്. ഇനോഗ്രേഷൻ അതൊരു വലിയ കാര്യം തന്നെയാണല്ലോ. പിന്നെ വളരെ വലിയ കാര്യ. ഈ സമൂഹത്തിൽ നല്ല ഇമേജ് ഉണ്ടാക്കാനല്ലേ കുറച്ച് കഷ്ടപ്പാടാ. അതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങൾ സാമൂഹിക പ്രതിബദ്ധത ഉള്ള കാര്യങ്ങൾ ചെയ്യുക. സമൂഹത്തിന്റെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങും, ആഴത്തിലേക്ക് ഇറങ്ങും, ഓരോ കാര്യങ്ങൾ ചെയ്യും. അയ്യോ, എത്ര ആഴത്തിലോട്ട് ഇറങ്ങി അടിത്തട്ട് വരെ ഊളിയിട്ട് പോകാനും ഞങ്ങൾക്ക് ഒരുക്കമാവും. പക്ഷെ അതിനൊരു എന്നാ പിന്നെ നമുക്ക് പരിപാടി തുടങ്ങാം. അതിനുശേഷം തുടങ്ങാം. ഓക്കെ, ഞങ്ങള് റെഡി. ഓക്കെ, ഞങ്ങൾ റെഡി. അപ്പൊ ഊളിയിടാ അല്ലേ? കൊറേ നേരം പോയിട്ട് നീ അവിടെ എന്തെടുക്കുക? എടാ, നീ ഇത് കണ്ടാ? എന്ത്? ഇത് മൊത്തം അവരുടെ വീഡിയോ. ദേവകിയുടെ. ഇത് മറ്റേതാ? എന്ത്? PR. ഇത് മൊത്തം നമുക്ക് പണിയാവൂലടാ. എന്തോന്ന് പണി? നീ ധൈര്യമായിട്ടിരിക്കടാ. ഇത് കണ്ടാ? ഇതിൽ കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കി നീ. മൊത്തം അവർക്ക് അനുകൂലമായിട്ടുള്ള കമന്റ്സാ. നമ്മൾ ചെയ്തത് ഉൾട്ടടിച്ച് എന്ത് ചെയ്യും? എടാ, ഈ PR വർക്ക് എന്ന് പറയണതേ വെളുപ്പിക്കാൻ മാത്രമല്ല കറുപ്പിക്കാനും പറ്റും. അവരൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 100 വീഡിയോ ഇടും. പിന്നെ അവരെന്റെ ചാനൽ പൂട്ടിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എടാ, ആശ വിളിക്കാം. ഹലോ അച്ഛനെ. മക്കളെ, പണിയല്ലോ. അവൾക്കെതിരെ തിരിഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ അവളുടെ കൂടെ നിൽക്കുക. അച്ഛനെ, അത് മൊത്തം PR വർക്കാ. PR-ഓ? അതെന്ത് കൊണ്ടുവാ? അത് പിന്നെ അച്ഛനെ, ഈ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള ആൾക്കാരെ മൊത്തം പോസിറ്റീവ് ആക്കുന്ന, സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവരെ പോസിറ്റീവ് ആക്കുന്ന ഒരു ഏർപ്പാടാണ്. അതാണ് PR വർക്ക്. പിന്നെ എനിക്കും കൂടെ കുറച്ച് ചെയ്താടാ നിന്റെ ഈ PR. ആശാൻ ആർക്കെങ്കിലും അറിയോ? അറിഞ്ഞാലല്ലേ PR വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആശാൻ ആർക്കറിയാനാ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്ക് എങ്ങനെയാലും ഒന്ന് ഫേമസ് ആകണം. ഏറ്റോ? ഞാൻ നോക്കാം ആശാനെ. ഏറ്റാ മതി. ശരി എന്നാ. എന്താ ആശാന് PR വർക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ആശാന്റെ PR അല്ലേ? അത് ഞാൻ ചെയ്തിരിക്കും. വന്നാ വിളിച്ചേ. ആശാനെ കയറ്റണം. ഞാൻ ആശാന്റെ PR വർക്ക് ചെയ്തിട്ട് ആശാനെ ഈ ലെവലിലേക്ക് ഞാൻ എത്തിക്കും. അല്ല, നേതാവിനറിയാലോ എനിക്ക് ഈ ചാരിറ്റി എന്ന് പറയുന്ന പണ്ട് ഒരു വീക്ക്നെസ് ആണെന്നുള്ളത്. ഞാൻ ഈ ചാരിറ്റിയിലൂടെ വളർന്നു വന്നൊരു വനിതാ നേതാവാണല്ലോ. പിന്നെ വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ നേതാവിനെ പോലുള്ള ആൾക്കാരൊക്കെ വിളിച്ച് നമ്മളെ ഇങ്ങനെ ഇതുപോലുള്ളൊരു കൊച്ചു കാര്യത്തിന് അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ എൻ്റെയൊക്കെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതുക. അതെ. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ച് അഭിനന്ദിക്കുമ്പോഴാണ് നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ ഇത്രയും വലിയൊരു കാര്യമാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഇപ്പം തന്നെ എനിക്ക് രാവിലെ മുതൽ ഇങ്ങനെ ഫോൺ കോൾസിൻ്റെ ബഹളമാണ്. എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ ഈ കാര്യത്തിൽ ഇങ്ങനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊന്നും PR വർക്ക് അല്ല കേട്ടോ. അല്ല, ചിലർ ഇങ്ങനെ ഒരു കിംവദന്തി പറഞ്ഞ് ഇറക്കുന്നുണ്ട് നമ്മൾ ഇതൊക്കെ PR വർക്ക് ചെയ്തതാണെന്നും. ഇതൊന്നും PR വർക്കേ അല്ല, പാർട്ടി ഫണ്ടേ അല്ല. ഇതൊന്നും നമ്മുടെ സ്വന്തം പൈസയ്ക്ക് നമ്മൾ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളാണ്.
ഓ ശരി ശരി ശരി. അപ്പോൾ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഒരുപാട് കോഴ്സ് അറ്റൻഡ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാ. ശരി ശരി. അതൊന്നും കുഴപ്പമില്ല, ഉറപ്പായിട്ടും. താങ്ക് യു. ഓക്കെ. ഉറപ്പായിട്ടും. ശരി. അമ്മേ, എനിക്ക് ഒരുപാട് പുതിയ കൊളാബ് കിട്ടി അമ്മേ. ഇതൊക്കെ എത്ര പേരാണെന്ന് അറിയാം ഇപ്പൊ എന്റെ ഫോളോവേഴ്സ്. ഭയങ്കര എൻക്വയറീസ്, എല്ലാവരും ഭയങ്കര അപ്രീസിയേഷൻ. എനിക്കും അതൊരു അപലമൂല അഭിനന്ദന പ്രവാഹം. എന്തായാലും നിന്റെ PR വർക്ക് കൊള്ളാം. നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യണം. എന്നിട്ടൊന്ന് ബൂസ്റ്റപ്പ് ആയിട്ട് സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ഭയങ്കര ഒരു ഹൈ ലെവലായിട്ട്. ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ പോരാളി കൃഷ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ എന്നെക്കുറിച്ച് പല വാർത്തകളും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ദേവകി വാസുദേവനെ എന്നെക്കുറിച്ച് ഇകഴ്ത്തിയും ദേവകി വാസുദേവനെ പുകഴ്ത്തിയുമുള്ള പല വാർത്തകളും. ഇതെല്ലാം PR വർക്കുകളുടെ കളികളാണ്. ആരാണ് PR, എന്താണ് PR? എല്ലാ സെലിബ്രിറ്റീസുകളും നല്ല മുഖങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് മോശം മുഖങ്ങൾ മറച്ചു വെക്കുവാൻ വേണ്ടിയാണ് ഈ PR കളികൾ. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ദേവകി വാസുദേവൻ പല ചാരിറ്റി വീഡിയോകളും ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ജനങ്ങളുടെ പൈസയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? എന്നാൽ അതാണ് സത്യം. ദേവകി വാസുദേവൻ പല ചാരിറ്റികളും ചെയ്യുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനാണ്. ഇനിയും നിങ്ങൾ പ്രതികരിക്കാതിരിക്കരുത്. പ്രതികരിക്കൂ ജനങ്ങളെ, പ്രതികരിക്കൂ. അപ്പോൾ വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്, പോരാളി കൃഷ്. പൊന്നു വളരെ ടച്ചങ്ങ് വിട്ടുപോയി, വാക്കൊന്നും അങ്ങോട്ട് കിട്ടുന്നില്ല. ശരിയാക്കി തരാം. എടി ദേവകി, നിനക്കുള്ള പണി വരുന്നുണ്ട്. അമ്മേ, നോക്ക്, പുതിയ വീഡിയോ വന്നു. ഇനിയിപ്പോൾ പുതിയതാ, ഇനി ഒരു 150 എണ്ണം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നമ്മളിപ്പുറത്ത് സൈഡ് നമ്മുടെ PR വർക്ക് അങ്ങനെ അടിച്ച് കയറുമല്ലേ. അവനിനി എന്ത് വീഡിയോ ഇറക്കിയെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. വേറെ അത്രേ ഉള്ളൂ. പൊട്ടൻ. എടാ ഉണ്ണികൃഷ്ണ, ഏൽക്കാതെ എവിടെ പോകാൻ? ഏറ്റില്ലെങ്കിൽ ഈ പോരാളി കൃഷി യൂട്യൂബ് ചാനൽ നിർത്തി വീട്ടിൽ കുത്തിയിരിക്കും. അത് കേട്ടാ മതി. എന്ത് വീട്ടിൽ കുത്തിയിരിക്കുന്ന? അവർക്കിട്ട് പണി കിട്ടുന്നു. എടാ, ഇതുപോലെ എത്ര നേതാക്കന്മാർക്ക് ഞാൻ പണി കൊടുത്തതാ. എത്ര നേതാക്കളെ വീട്ടിൽ കുത്തിയിരിക്കുന്നറിയോ? ആ ലിസ്റ്റിലേക്ക് ഒരു പുതിയ എൻട്രി കൂടി. ദേവകി വാസുദേവനും അവളുടെ മകൾ റാണി ദേവികയും. നീ ഒരു കില്ലാടി തന്നെ. അതിനോ എന്തായാലും ആശ ഹാപ്പി ആയിരിക്കും. ഉറപ്പായിട്ടും. ഗംഭീരല്ലായിരുന്നേ. അതേടാ, ആശാൻ വിളിക്കണ്ടാ. സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുണ്ടാവില്ല. ആശാനെ പറ, എങ്ങനെയുണ്ട് നമ്മുടെ ചെക്കന്റെ വർക്ക്? എനിക്കറിയാം. ഐ നോ യു സർപ്രൈസ്. നീ PR വർക്ക് ചെയ്യുന്ന പറഞ്ഞപ്പോ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂ. എടാ ചെറ്റേ, നീ എന്റെ ആശാന്റെ കഞ്ഞിയിൽ പാറ്റിയിടടാ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ പോരാളി കൃഷ്. എനിക്ക് നിങ്ങളോട് ഒരു രഹസ്യം പറയാനുണ്ട്. പക്ഷെ നിങ്ങളത് ആരോടും പോയി പറയരുത്. ഞങ്ങളുടെ നേതാവ് വാസുദേവൻ സാർ ഞങ്ങളുടെ പാർട്ടി പറഞ്ഞതാണ് കള്ളവോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്. പക്ഷെ നല്ലവനായ ആ മനുഷ്യൻ അതിന് സമ്മതിച്ചില്ല. ഞങ്ങളുടെ ഭരണം ഇപ്രാവശ്യം കയ്യിൽ നിന്ന് പോകാൻ കാരണം ഞങ്ങളുടെ പാർട്ടി തന്നെയാണ്. ഇത്ര നല്ലവനായ ഒരു നേതാവിനാണ് പാലാറ്റിങ്ങര നിങ്ങൾക്ക് കൈവിട്ടു പോയത്. ഷെയിം ഓഫ് യു. ബൈ ദ ബൈ ബൈ. അത് ഞാൻ പിന്നെ ആശാനെ കുറിച്ച് പവർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ല. നല്ല പവർ ആയിട്ടുണ്ട്. ആശാൻ ഇപ്പൊ പാർട്ടിന്ന് സസ്പെൻഡ് ചെയ്തു. ഹാവൂ, സമാധാനായി. ഇനി നമ്മൾ യൂത്തന്മാർക്കൊക്കെ ഒന്ന് നിരക്കാലോ. അടുത്ത നേതാവ് ആരാ? നീ. ആ പിന്നെ നിന്റെ PR കൂടെ ഞാൻ ചെയ്യട്ടെ. നീ വല്ലാണ്ട് അങ്ങാക്കണ്ട. ഞാൻ നല്ല അറിയാവുന്ന ആൾക്കാരെ, പണി അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിച്ചോട്ടെ. എൻ്റെ ഒരു VR. നിന്റെ PR ഞാൻ തന്നെ ചെയ്യണം. പാട്ടി.